ഇന്നത്തെ എപ്പിസോഡിൽ എത്രമാത്രം കാണിക്കുമെന്നറിയില്ല. പക്ഷെ ലൈവ് കണ്ടത് വെച്ച് ഈ പറയാൻ പോകുന്ന രണ്ടുപേരാണ് ഇന്നത്തെ ഫിസിക്കൽ ടാസ്കിൽ ശരിക്കും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് ഈ ഒരു ടാസ്ക് തൂക്കിയതായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന് ജിസേൽ ഈ ഒരു ടാസ്കിലിട്ട എഫേർട്ട് ആരും തന്നെ അവരുടെ ടീമിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ പശ വെച്ചൊട്ടിച്ചതുപോലെയാണ് ജിസേൽ കിടന്നത് ആ ഒരു മഡ്പിറ്റില്. ജിസേലിന്റെ മുകളിൽ കിടന്ന നൂറേനെയും എടുത്തു പറയണം. ആ ഒരു ഫ്ലാഗിനെ പ്രൊട്ടക്ട് ചെയ്ത് ശരിക്കും അവിടെ അവസാനം വരെ ബസർ അടിക്കുന്നവരെ അവിടെ കിടന്നു. പിന്നെ ഉള്ളത് ഓപ്പോസിറ്റ് ടീമിലെ അനുമോള്. അവരുടെ ടീമിന്റെ ഫ്ലാഗുകൾ കുറെ എണ്ണം ഷാനവാസ് എടുത്തു കൊണ്ടുപോയി ആ ഒരു ജയിലിലേക്ക് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനുമോള് കളിച്ച വളരെ സ്ട്രാറ്റജിക് ആയ ഒരു നീക്കം, കുറെ ഫ്ലാഗുകൾ കണ്ടുകിട്ടിയ കുറെ ഫ്ലാഗുകൾ എടുത്തു കൊണ്ടുപോയി ആ ഒരു സ്മോക്കിംഗ് ഏരിയയിൽ പോയി നിന്നിട്ട് ഉടുപ്പിന്റെ അകത്തേക്ക് വെച്ചു. എന്നിട്ട് അനുമോളുടെ ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പൊടേ എന്ന് പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്ന ക്യാമറാമാനെ ഒന്ന് ആക്കി വിടുന്നുണ്ട്. ഇതിന് ബസർ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് അതെടുത്ത് മഡ്പിറ്റിൽ കുത്തി വെക്കുന്നുണ്ട്. ഒരു വലിയ കെട്ട് ഫ്ലാഗുകളാണ് അനുമോള് കുത്തി വെച്ചത്. എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന 158 ഫ്ലാഗുകളിലും ഒരു 100 ഫ്ലാഗെങ്കിലും അനുമോളുടെ കയ്യിൽ ഉണ്ടായിരുന്നു കാണും. അനുമോളുടെ ആ ഒരു നീക്കം കാരണം അവരുടെ ടീമിന് 155 ഫ്ലാഗുകളാണ് മഡ്പിറ്റിൽ നിന്ന് കിട്ടിയത്, അവരുടെ പിങ്ക് ഫ്ലാഗുകൾ. അനുമോള്, അനീഷ്, അഭിലാഷ്, നെവിൻ എന്നിവരുടെ ഒരു ടീമാണ് ഈ ടാസ്ക് ജയിച്ചത്. 155 ഫ്ലാഗുകളാണ്, മുഴുവൻ ഫ്ലാഗുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിങ്ക് ഫ്ലാഗുകളാണ് കേട്ടോ. 138 യെല്ലോ ഫ്ലാഗുകളാണ് മഡ്പിറ്റിൽ ഉണ്ടായിരുന്നത്. ഷാനവാസ്, ജിസേല്, ശരത് എന്നിവരുടെ ആ ഒരു ടീം ഈ ടാസ്ക് പരാജയപ്പെട്ടു. അവരുടെ പ്ലാനിങ് ഒക്കെ കണ്ടപ്പോഴേ തോന്നി. അപ്പോൾ ടോട്ടൽ 5 പേരാണ് നാളെ പണിപ്പുരയിലേക്ക് പ്രവേശിക്കുന്നത്. ബിന്നി, ഒനീല്, ജിസേൽ, നെവിൻ, അനീഷ് എന്നിവരെ ഇപ്പൊ തെരഞ്ഞെടുത്തതാണ് ലൈവിനകത്ത്. ഇവരാണ് നാളെ പണിപ്പുരയിലേക്ക് പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും